യിരെമ്യാവ് അധ്യായം 9. അയ്യോ, എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നിഹിതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എൻ്റെ തല വെള്ളവും എൻ്റെ കണ്ണുനീരുറവും ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അയ്യോ, എൻ്റെ ജനത്തെ വിട്ടുപോയിക്കളയേണ്ടതിന് മരുഭൂമിയിൽ വഴിയാത്രക്കാർക്കുള്ള ഒരു സത്രം എനിക്ക് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. അവരെല്ലാവരും വ്യഭിചാരികളും ദ്രോഹികളുടെ കൂട്ടവുമല്ലോ. അവർ വ്യാജത്തിനായിട്ട് നാവ് വില്ലുപോലെ കുലയ്ക്കുന്നു. അവർ സത്യത്തിനായിട്ടല്ല ദേശത്ത് വീര്യം കാണിക്കുന്നത്. അവർ ഒരു ദോഷം വിട്ട് മറ്റൊരു ദോഷത്തിന് പുറപ്പെടുന്നു. അവർ എന്നെ അറിയുന്നില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ ഓരോരുത്തരും താൻ്റെ കൂട്ടുകാരനെ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഒരു സഹോദരനിലും നിങ്ങൾ ആശ്രയിക്കരുത്. ഏത് സഹോദരനും ഉപായം പ്രവർത്തിക്കുന്നു, ഏത് കൂട്ടുകാരനും നുണ പറഞ്ഞു നടക്കുന്നു. അവർ ഓരോരുത്തരും താൻ്റെ കൂട്ടുകാരനെ ചതിക്കും, സത്യം സംസാരിക്കുകയുമില്ല. വ്യാജം സംസാരിപ്പാൻ അവർ നാവിനെ അഭ്യസിപ്പിച്ചിരിക്കുന്നു, നീതികേട് പ്രവർത്തിപ്പാൻ അവർ അധ്വാനിക്കുന്നു. നിന്റെ വാസം വഞ്ചനയുടെ നടുവിലാകുന്നു, വഞ്ചന നിമിത്തം അവർ എന്നെ അറിവാൻ നിരസിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഇതാ, ഞാൻ അവരെ ഒരുക്കി ശോധന കഴിക്കും. എൻ്റെ ജനത്തിൻ്റെ പുത്രിയെ വിചാരിച്ച് ഞാൻ മറ്റെന്ത് ചെയ്യേണ്ടു? അവരുടെ നാവ് മരണകരമായ അസ്ത്രമാകുന്നു, അത് വഞ്ചന സംസാരിക്കുന്നു. വായികൊണ്ട് ഓരോരുത്തരും താൻ്റെ കൂട്ടുകാരനോട് സമാധാനം സംസാരിക്കുന്നു, ഉള്ളുകൊണ്ടോ അവനായി പതിയിരിക്കുന്നു. ഇവ നിമിത്തം ഞാൻ അവരെ സന്ദർശിക്കാതിരിക്കുമോ? ഇങ്ങനെയുള്ള ജാതിയോട് ഞാൻ പകരം ചെയ്യാതിരിക്കുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. പർവ്വതങ്ങളെക്കുറിച്ച് ഞാൻ കരച്ചിലും വിലാപവും, മരുഭൂമിയിലെ മേച്ചൽപ്പുറങ്ങളെക്കുറിച്ച് പ്രലാപവും തുടങ്ങും. ആരും വഴിപോകാതെ വണ്ണം അവ വെന്തുപോയിരിക്കുന്നു. കന്നുകാലികളുടെ ഒച്ച കേൾക്കുന്നില്ല. ആകാശത്തിലെ പക്ഷികളും മൃഗങ്ങളും എല്ലാം വിട്ടുപോയിരിക്കുന്നു. ഞാൻ യെരൂശലേമിനെ കൽക്കുന്നുകളും കുറുനരികളുടെ പാർപ്പിടവുമാക്കും. ഞാൻ യഹൂദാ പട്ടണങ്ങളെ നിവാസികൾ ഇല്ലാതെയാകും വണ്ണം ശൂന്യമാക്കി കളയും. ഇത് ഗ്രഹിപ്പാൻ തക്ക ജ്ഞാനമുള്ളവൻ ആർ? അതിനെ പ്രസ്താവിപ്പാൻ തക്കവണ്ണം യഹോവയുടെ വായ് ആരോട് അരുളിച്ചെയ്തു? ആരും വഴിപോകാതെ വണ്ണം ദേശം നശിച്ച് മരുഭൂമി പോലെ വെന്തുപോകുവാൻ സംഗതി എന്ത്? യഹോവ അരുളിച്ചെയ്യുന്നത്: ഞാൻ അവരുടെ മുമ്പിൽ വെച്ച ന്യായപ്രമാണം അവർ ഉപേക്ഷിച്ചു. എൻ്റെ വാക്ക് കേൾക്കുകയോ അത് അനുസരിച്ച് നടക്കുകയോ ചെയ്യാതെ തങ്ങളുടെ ഹൃദയത്തിൻ്റെ ശാഠ്യത്തെയും തങ്ങളുടെ പിതാക്കന്മാർ തങ്ങളെ അഭ്യസിപ്പിച്ച ബാൽ വിഗ്രഹങ്ങളെയും അനുസരിച്ച് നടന്നതുകൊണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ ഈ ജനത്തെ കാഞ്ഞിരം കൊണ്ട് പോഷിപ്പിച്ച് നഞ്ചുവെള്ളം കുടിപ്പിക്കും. അവരും അവരുടെ പിതാക്കന്മാരും അറിയാത്ത ജാതികളുടെ ഇടയിൽ ഞാൻ അവരെ ചിഹ്നിച്ചു. അവരെ മുടിക്കുവോളം അവരുടെ പിന്നാലെ വാളയക്കും. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നിങ്ങൾ ചിന്തിച്ച് വിലാപക്കാരത്തികളെ വിളിച്ചു വരുത്തുവിൻ, സാമർഥ്യമുള്ള സ്ത്രീകളെ ആളയച്ചു വരുത്തുവിൻ. നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകത്തക്ക വണ്ണവും നമ്മുടെ കൺപോളയിൽ നിന്ന് വെള്ളം ചാടത്തക്ക വണ്ണവും അവർ ബന്ധപ്പെട്ട് വിലാപം കഴിക്കട്ടെ. സിയോനിൽ നിന്ന് ഒരു വിലാപം കേൾക്കുന്നു: നാം എത്ര ശൂന്യമായിരിക്കുന്നു! നാം അത്യന്തം നാണിച്ചിരിക്കുന്നു! നാം ദേശത്തെ വിട്ടുപോയല്ലോ! നമ്മുടെ നിവാസങ്ങളെ അവർ തള്ളിയിട്ട് കളഞ്ഞിരിക്കുന്നു. എന്നാൽ സ്ത്രീകളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. നിങ്ങളുടെ ചെവി അവൻ്റെ വായിലെ വചനം ശ്രദ്ധിക്കട്ടെ. നിങ്ങളുടെ പുത്രിമാരെ വിലാപവും ഓരോരുത്തി താൻ്റെ കൂട്ടുകാരത്തിയെ പ്രലാപവും അഭ്യസിപ്പിപ്പിൻ. വിശാല സ്ഥലത്ത് നിന്ന് പൈതങ്ങളെയും വീഥികളിൽ നിന്ന് യുവാക്കളെയും ഛേദിച്ച് കളയേണ്ടതിന് മരണം നമ്മുടെ കിളിവാതിലുകളിൽ കൂടി കയറി നമ്മുടെ അരമനകളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. മനുഷ്യരുടെ ശവങ്ങൾ വയലിലെ ചാണകം പോലെയും കൊയ്ത്തുകാരൻ്റെ പിമ്പിലെ അരിപ്പിടി പോലെയും വീഴും. ആരും അവയെ കൂട്ടിച്ചേർക്കയില്ല എന്ന് യഹോവയുടെ അരുളപ്പാടെന്ന് പറക. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തൻ്റെ ധനത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ: യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. ഇതിലല്ലോ എനിക്ക് പ്രസാദമുള്ളത് എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇതാ, മിസ്രയീം, യഹൂദ, ഏദോം, അമ്മോന്യർ, മോവാബ്, തലയുടെ അരികെ വടിക്കുന്ന മരുവാസികൾ എന്നിങ്ങനെ അഗ്രചർമ്മത്തോടു കൂടിയ
സകല പരിച്ഛേദനക്കാരെയും ഞാൻ ശിക്ഷിപ്പാനുള്ള കാലം വരുന്നു. സകല ജാതികളും അഗ്രചർമ്മികളല്ലോ, എന്നാൽ ഇസ്രയേൽ ഗൃഹം ഒക്കെയും ഹൃദയത്തിൽ അഗ്രചർമ്മികളാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അധ്യായം 10. ഇസ്രയേൽ ഗൃഹമേ, യഹോവ നിങ്ങളോട് അരുളി ചെയ്യുന്ന വചനം കേൾപ്പിൻ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ജാതികളുടെ വഴി പഠിക്കരുത്, ആകാശത്തിലെ ലക്ഷണങ്ങൾ കണ്ട് ഭ്രമിക്കരുത്. ജാതികൾ അല്ലോ അവ കണ്ട് ഭ്രമിക്കുന്നത്. ജാതികളുടെ ചട്ടങ്ങൾ മിഥ്യാമൂർത്തിയെ സംബന്ധിക്കുന്നു. അത് ഒരുവൻ കാട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ടുവന്ന മരവും ആശാരി വാച്ചിക്കൊണ്ട് ചെയ്ത പണിയുമത്രേ. അവർ അതിനെ വെള്ളിയും പൊന്നും കൊണ്ട് അലങ്കരിക്കുന്നു. അത് ഇളകാതെ ഇരിക്കേണ്ടതിന് അവർ അതിനെ ആണിയും ചുറ്റികയും കൊണ്ട് ഉറപ്പിക്കുന്നു. അവ വെള്ളരിത്തോട്ടത്തിലെ തൂണുപോലെയാകുന്നു. അവ സംസാരിക്കുന്നില്ല. അവയ്ക്ക് നടപ്പാൻ വഹിയായിക കൊണ്ട് അവയെ ചുമന്നുകൊണ്ട് പോകണം. അവയെ ഭയപ്പെടരുത്. ഒരു ദോഷവും ചെയ്യുവാൻ അവയ്ക്ക് കഴിയുകയില്ല. ഗുണം ചെയ്യുവാനും അവയ്ക്ക് പ്രാപ്തിയില്ല. യഹോവ നിന്നോട് തുല്യനായവൻ ആരുമില്ല. നീ വലിയവനും നിന്റെ നാമം ബലത്തിൽ വലിയതുമാകുന്നു. ജാതികളുടെ രാജാവേ, ആർ നിന്നെ ഭയപ്പെടാതെ ഇരിക്കും? അത് നിനക്ക് യോഗ്യമല്ലോ. ജാതികളുടെ സകല ജ്ഞാനികളിലും അവരുടെ സകല രാജ്യങ്ങളിലും നിന്നോട് തുല്യനായവൻ ആരുമില്ല. അവർ ഒരുപോലെ മൃഗപ്രായരും ഭോഷന്മാരുമാകുന്നു. മിഥ്യാമൂർത്തികളുടെ ഉപദേശമോ മരമുട്ടിയത്രേ. തർശീശിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളിയും ഉഫാസിൽ നിന്നുള്ള പൊന്നും അടിച്ചു പരത്തുന്നു. അത് കൗശലപ്പണിക്കാരൻ്റെയും തട്ടാൻ്റെയും കൈപ്പണി തന്നെ. നീലവും രക്താംബരവും അവയുടെ ഉടുപ്പ്. അവയൊക്കെയും കൗശലപ്പണിക്കാരുടെ പണിയത്രേ. യഹോവയോ സത്യദൈവം, അവൻ ജീവനുള്ള ദൈവവും ശാശ്വത രാജാവും തന്നെ. അവൻ്റെ ക്രോധത്താൽ ഭൂമി നടുങ്ങുന്നു. ജാതികൾക്ക് അവൻ്റെ ഉഗ്രകോപം സഹിപ്പാൻ കഴിയുകയുമില്ല. ആകാശത്തെയും ഭൂമിയെയും നിർമ്മിക്കാത്ത ദേവന്മാരോ ഭൂമിയിൽ നിന്നും ആകാശത്തിൻ കീഴിൽ നിന്നും നശിച്ചു പോകും എന്നിങ്ങനെ അവരോട് പറവിൻ. അവൻ തൻ്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ച് തൻ്റെ ജ്ഞാനത്താൽ ഭൂമണ്ഡലത്തെ സ്ഥാപിച്ച് തൻ്റെ വിവേകത്താൽ ആകാശത്തെ വിരിച്ചു. അവൻ തൻ്റെ നാദം പുറപ്പെടുവിക്കുമ്പോൾ ആകാശത്ത് വെള്ളത്തിൻ്റെ മുഴക്കമുണ്ടാകുന്നു. ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് അവൻ ആവി കയറ്റുന്നു. മഴയ്ക്ക് മിന്നലുണ്ടാക്കി തൻ്റെ ഭണ്ഡാരത്തിൽ നിന്ന് കാറ്റ് പുറപ്പെടുവിക്കുന്നു. ഏതു മനുഷ്യനും മൃഗപ്രായനും പരിജ്ഞാനമില്ലാത്തവനുമാകുന്നു. തട്ടാന്മാരൊക്കെയും വിഗ്രഹം നിമിത്തം ലജ്ജിച്ചു പോകുന്നു. അവർ വാർത്തുണ്ടാക്കിയ വിഗ്രഹം വ്യാജമത്രേ, അവയിൽ ശ്വാസവുമില്ല. അവ മായയും വ്യർത്ഥ പ്രവൃത്തിയും തന്നെ. സന്ദർശനകാലത്ത് അവ നശിച്ചു പോകും. യാക്കോബിൻ്റെ ഓഹരിയായവൻ അവയെപ്പോലെയല്ല. അവൻ സർവ്വത്തെയും നിർമ്മിച്ചവൻ. ഇസ്രായേൽ അവൻ്റെ അവകാശഗോത്രം. സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. നിരോധത്തിൽ ഇരിക്കുന്നവളെ, നിലത്തുനിന്ന് നിന്റെ ഭാണ്ഡം എടുത്തുകൊള്ളുക. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ഈ തവണ ദേശത്തിലെ നിവാസികളെ കവിണയിൽ വെച്ചെറിഞ്ഞു കളയുകയും അവർക്ക് പറ്റുവാൻ തക്കവണ്ണം അവരെ ബുദ്ധിമുട്ടിപ്പിക്കുകയും ചെയ്യും. എൻ്റെ പരിക്ക് നിമിത്തം എനിക്ക് അയ്യോ കഷ്ടം. എൻ്റെ മുറിവ് വ്യസനകരമാകുന്നു. എങ്കിലും ഞാൻ അതെൻ്റെ ദീനം, ഞാൻ അത് സഹിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞു. എൻ്റെ കൂടാരം കവർച്ചയായി പോയിരിക്കുന്നു. എൻ്റെ കയറൊക്കെയും അറ്റിരിക്കുന്നു. എൻ്റെ മക്കൾ എന്നെ വിട്ടുപോയി, അവർ ഇല്ലാതായിരിക്കുന്നു. ഇനി എൻ്റെ കൂടാരം അടിപ്പാനും തിരശ്ശീല നിവർക്കുവാനും ആരുമില്ല. ഇടയന്മാർ മൃഗപ്രായരായി തീർന്നു, യഹോവയെ അന്വേഷിക്കുന്നില്ല. അതുകൊണ്ട് അവർ കൃതാർത്ഥരായില്ല. അവരുടെ ആട്ടിൻകൂട്ടമൊക്കെയും ചിതറിപ്പോയി. കേട്ടോ ഒരു ശ്രുതി. ഇതാ, യഹൂദ പട്ടണങ്ങളെ ശൂന്യവും കുറുക്കന്മാരുടെ പാർപ്പിടവും ആക്കേണ്ടതിന് അത് വടക്കുനിന്ന് ഒരു മഹാകോലാഹലവുമായി വരുന്നു. യഹോവേ, മനുഷ്യന് തൻ്റെ വഴിയും നടക്കുന്നവന് തൻ്റെ കാലടികളെ നേരെ ആക്കുന്നതും സ്വാധീനമല്ല എന്ന് ഞാൻ അറിയുന്നു. യഹോവേ, ഞാനില്ലാതെയായി പോകാതിരിക്കേണ്ടതിന് നീ എന്നെ കോപത്തോടെയല്ല ന്യായത്തോടെ അത്രേ ശിക്ഷിക്കണമേ. നിന്നെ അറിയാത്ത ജാതികളുടെ മേലും നിന്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത വംശങ്ങളുടെ മേലും നിന്റെ ക്രോധം പകരണമേ. അവർ യാക്കോബിനെ വിഴുങ്ങിക്കളഞ്ഞുവല്ലോ. അവർ അവനെ വിഴുങ്ങി നശിപ്പിച്ചു. അവൻ്റെ വാസസ്ഥലത്തെ ശൂന്യമാക്കിയിരിക്കുന്നു.